ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെയൊക്കെ വീട്ടിൽ പതിവായിട്ട് നമ്മൾ സവാള വാങ്ങാറുണ്ട്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് തന്നെ നമ്മൾ എപ്പോഴും പച്ചക്കറി വാങ്ങുമ്പോൾ, അതായത് സവാള വാങ്ങാത്ത ആളുകൾ വളരെ കുറവാണ് എന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷേ സവാള നമ്മൾ പച്ചയ്ക്ക് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളിൽ എത്ര പേർക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും? പലപ്പോഴും നമ്മുടെ ഒട്ടനവധി രോഗങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനും വരാതിരിക്കുന്നതിനും വേണ്ടിയിട്ട് സവാള നമുക്ക് കഴിക്കാൻ പറ്റും. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ആഹാരത്തിനോടൊപ്പം തന്നെ അവർ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന സവാള. ചിലപ്പോൾ ഒന്നോ രണ്ടോ സവാള പോലും കഴിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് പറയുന്നത്, സവാള നമ്മൾ പതിവായിട്ട് ഓരോ പീസ് വെച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, സവാള എങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടത്, എത്ര അളവിൽ കഴിക്കണം, ഏതൊക്കെ രോഗങ്ങളുള്ളവരാണ് സവാള കഴിച്ചിരിക്കേണ്ടത്, കഴിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെയാണ്, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെയൊക്കെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ സവാള നമുക്ക് വാങ്ങാൻ കിട്ടും. ചെറിയ ഉള്ളി കാണും, അതുപോലെ തന്നെ വെളുത്തുള്ളി കാണും, പിന്നെ നമുക്ക് മഞ്ഞ നിറത്തിലുള്ള ഉള്ളി കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള ഉള്ളികൾ കിട്ടുമെങ്കിലും കൂടുതലായിട്ട് നമ്മൾ കറികളിൽ ഉപയോഗിക്കുന്ന സവാളയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സവാളയ്ക്ക് ഉള്ള ന്യൂട്രീഷണൽ ബെനിഫിറ്റുകളെ പറ്റിയിട്ട് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 44 കലോറി ഊർജ്ജവും 1.9 ഗ്രാം ഫൈബറും 1.2 ഗ്രാം പ്രോട്ടീനും 10 ഗ്രാം കാർബോഹൈഡ്രേറ്റും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇത്രയും ഗുണങ്ങൾ ഉള്ളിക്ക് ഉണ്ട് എങ്കിൽ പോലും നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന ഉള്ളി അല്ലെങ്കിൽ സവാള കറികളിൽ ഇട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ട് കഴിക്കുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ദിവസം എത്ര ഗ്രാം വരെ ഉള്ളി കഴിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 140 ഗ്രാം വരെ ഉള്ളി നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അതായത് ഏകദേശം 1.5 ഉള്ളിയോളം നമുക്ക് ഒരു ദിവസം കഴിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അകത്തും പരമാവധി നമ്മൾ കഴിക്കുമ്പോൾ ഏകദേശം ഒരു 70 ഗ്രാം ഉള്ളിയെങ്കിലും നമ്മൾ ഈ പറയുന്ന പോലെ ഡയറക്റ്റ്, അതായത് സവാള നമ്മൾ ഡയറക്റ്റ് കഴിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഫൈബർ കണ്ടന്റ്, നാരുകൾ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന സവാളയുടെ അകത്താണെങ്കിൽ നമുക്ക് കുർസെറ്റിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫോളേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, വൈറ്റമിൻ B6 കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒട്ടനവധി വൈറ്റമിൻസും മിനറൽസും നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇത് കഴിക്കേണ്ട രീതി എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടും ഏതൊക്കെ രോഗങ്ങളിലാണ് നമ്മൾ കഴിക്കേണ്ടത് മുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഉള്ളി നമ്മൾ കഴിക്കുമ്പോൾ ഇതിന് പുറമേ നമുക്കൊരു ഔട്ടർ കവറിങ് കാണും, ഒട്ടും കട്ടിയില്ലാത്ത. അതായത് സവാളയുടെ പുറമേ നമ്മൾ നോക്കുമ്പോൾ കാണത്തില്ല, ആ ഒരു രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ലെയർ ഇളക്കിയാൽ അതിൻ്റെ തൊട്ടടിയിലുള്ള ഒരു ലെയറോ 2 ലെയറോ മാത്രം നമ്മൾ ഇളക്കി കളഞ്ഞതിന് ശേഷം നമ്മളിതിനെ കഴിക്കുകയാണ് ചെയ്യാനുള്ളത്. അത് കറികളിൽ ഇട്ടിട്ട് നമുക്ക് കഴിക്കാം, ഇല്ല എങ്കിൽ നമുക്കിതിനെ ഡയറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് ചെറിയ സാലഡുകൾ പോലെ, നമുക്കിപ്പോൾ നാരങ്ങയും കുക്കുംബറും അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും കൂടി ഇട്ടതിന് ശേഷം ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ഉപ്പോ ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു സാലഡ് പോലെ പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇറച്ചി വർഗ്ഗങ്ങളോ മീനോ ഒക്കെ പൊരിക്കുന്ന സമയത്താണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഇതിൻ്റെ അകത്ത് ഓയിൽ കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ ഫാറ്റിനെ മെറ്റബോളൈസ് ചെയ്യാനായിട്ട് കുർസെറ്റിൻ കൂടുതലായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുർസെറ്റിൻ ഇത്രയും ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ദഹന പ്രവർത്തനങ്ങൾ, അതായത് ഇത്തരത്തിലുള്ള ഫാറ്റ് മെറ്റബോളിസം ഒക്കെ നല്ല രീതിയിൽ ത്വരിതപ്പെടുത്താനായിട്ട് സഹായിക്കും. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ പലപ്പോഴും രക്തക്കുഴലുകൾ സംബന്ധമായിട്ടുള്ള വെരിക്കോസ് വെയിൻ പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പതിവായിട്ട് 100 ഗ്രാം സവാള നമ്മൾ കഴിച്ചു നോക്കും, ഉറപ്പായിട്ട് ഒരു മാസത്തിൻ്റെ അകത്ത് നമുക്ക് വേദനയും നീർക്കെട്ടും ഒക്കെ കുറയുന്ന രീതിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ BP ഉള്ളവർക്കും പ്രമേഹ രോഗമുള്ളവർക്കും അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, നമുക്ക് BP കൂടി നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഇത് വളരെ സേഫായിട്ട് ഉള്ളി നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. രക്തത്തിൽ അമിതമായിട്ട് കൊളസ്ട്രോൾ അടിയുന്ന, അതായത് HDL ശരീരത്തിൻ്റെ അകത്ത് ത്വരിതപ്പെടുത്തി നിർത്തുന്നതിനും LDLൻ്റെ അളവ് നമുക്ക് ക്രമാതീതമായിട്ട് കൂടാതിരിക്കുന്നതിനും ട്രൈഗ്ലിസറൈഡ് കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അടിഞ്ഞുകൂടാതിരിക്കുന്നതിനും ഈ പറയുന്ന ഉള്ളി സഹായിക്കും. കാര്യം ഫാറ്റിനെ നല്ല രീതിയിൽ മെറ്റബോളൈസ് ചെയ്ത് കളയാനായിട്ട് ഇതിന് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വന്നിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രതിരോധം എന്ന നിലയിലും ഉള്ളി അല്ലെങ്കിൽ സവാള നമ്മൾ കഴിക്കുന്നത് എപ്പോഴും നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. സവാള എന്ന് പറയുമ്പോൾ വലിയ ഉള്ളിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കഴിക്കാം. ഇനി
ദഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും വായ്പുണ്ണ് ഉണ്ടാകുന്ന രീതിയിൽ പലർക്കും കാണാനായിട്ട് സാധിക്കും. ഇടയ്ക്കിടയ്ക്ക് വിട്ടുമാറാതെ വായ്പുണ്ണ് വരും. പലപ്പോഴും നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൂടുതലായിട്ട് വരുന്ന ആളുകൾ, ദഹനക്കേട്, അതുപോലെ തന്നെ പുളിച്ചു തകട്ടൽ, അസിഡിറ്റി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നവരിലായിരിക്കും കൂടുതലായിട്ട് നമുക്ക് ഈ പറയുന്ന രീതിയിൽ വായ്പുണ്ണ്, വായുടെ പല ഭാഗത്തായിട്ട് വന്ന് ശക്തമായിട്ടുള്ള വേദന, മൗത്ത് അൾസർ എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നത്. അപ്പോൾ ഇത്തരക്കാർക്ക് ചെയ്യാനുള്ളത് ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സവാളയോ നമ്മൾ എടുത്തതിന് ശേഷം ഇതിനെ ചെറിയ രീതിയിൽ നെയ്യിൽ വറുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ചൂട് പാലിൻ്റെ അകത്തേക്ക് ഈ പറഞ്ഞ നെയ്യും അതുപോലെ തന്നെ നമ്മൾ ഈ വറുത്ത് എടുത്തിട്ടുള്ള ഈ സവാളയോ അല്ലെങ്കിൽ ഉള്ളിയോ ചേർന്നിട്ടുള്ള നമ്മുടെ ആ നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് കുടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അത് രാത്രിയിൽ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് കുടിക്കുകയാണെങ്കിൽ മലശോധന പ്രോപ്പർ ആവാനും വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും മാറിയതിന് ശേഷം വായ്പുണ്ണ് കുറയുന്നതിനും ഇത് വളരെയേറെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഒട്ടനവധി അലർജി പ്രശ്നങ്ങൾക്ക്, അതായത് മൂക്കടപ്പ്, ജലദോഷം, തൊണ്ടവേദന, സൈനസൈറ്റിസ് മുതലായിട്ടുള്ള അലർജി സംബന്ധമായിട്ടുള്ള ഒട്ടനവധി രോഗങ്ങൾക്ക് നമുക്ക് ഉള്ളി പതിവായിട്ട് കഴിക്കുന്നത് കൊണ്ട്, ഉള്ളിയോ സവാളയോ പതിവായിട്ട് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ഈ പറയുന്ന പ്രശ്നങ്ങൾ നല്ല രീതിയിൽ കുറഞ്ഞു നിൽക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പ്രമേഹ രോഗമുള്ളവർക്ക് ഈ പറയുന്ന സവാള പതിവായിട്ട് നമ്മൾ 100 ഗ്രാമെങ്കിലും കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ അതേ ഫൈബർ കണ്ടന്റ് കിട്ടുകയും അമിതമായിട്ട് ഉണ്ടാകുന്ന ഗ്ലൂക്കോസിനെ മെറ്റബോളൈസ് ചെയ്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ടും ഈ പറയുന്ന സവാള നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. അപ്പോൾ സവാള വെച്ചിട്ടുള്ള സാലഡ് പോലെ വൈകുന്നേരങ്ങളിൽ നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ ആർത്രൈറ്റിസ് പോലുള്ള, അതായത് നമ്മുടെ ജോയിൻറ്റ് പെയിനുകൾ ഉണ്ടാകുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരവേദനകൾ, നമുക്കുണ്ടാവുന്ന ഈ സന്ധികളിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് മുതലായിട്ടുള്ള ഏത് തരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടായി കഴിഞ്ഞാലും അതിനെ പ്രതിരോധിക്കുന്നതിനും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുറച്ച് നിർത്തുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന സവാള പതിവായിട്ട് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ മാറ്റി നിർത്താനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞു വരുന്ന രീതിയിലുള്ള ഒട്ടനവധി അലർജി രോഗങ്ങളും കഫജന്യമായിട്ടുള്ള രോഗങ്ങളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗങ്ങളുള്ള ആളുകൾ പതിവായിട്ട് ഈ പറയുന്ന സവാള കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാതിരിക്കുന്നതിനും നമ്മുടെ രോഗപ്രതിരോധ ശേഷി നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നതിനും ഇത് കാരണമാകുന്നുണ്ട്. ഇനി ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ത്വക്ക് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് അവരുടെ ബോഡിയിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസോ ഫംഗൽ ഇൻഫെക്ഷൻസോ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബാക്ടീരിയൽ ഗ്രോത്തിനെയും ഫംഗൽ ഗ്രോത്തിനെയും, അതായത് ഈ പറയുന്ന സവാളയ്ക്ക് എപ്പോഴും ഒരു ആൻറ്റി ബാക്ടീരിയൽ ആൻഡ് ആൻറ്റി ഫംഗൽ ആക്ടിവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മുടെ സ്കിന്നിലും തൊലിപ്പുറത്തും ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള ഇൻഫെക്ഷൻസിനെ ആണെങ്കിലും നല്ല രീതിയിൽ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫാറ്റി ലിവർ, ഇപ്പോൾ ഗ്രേഡ് 1 നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഫാറ്റി ലിവറിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ കാണുന്ന ആളുകൾ പതിവായിട്ട് ഒരു ഉള്ളി അല്ലെങ്കിൽ സവാള നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഈ പറയുന്ന പോലെ സാലഡ് പോലെ ആക്കിയതിന് ശേഷം നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന പ്രശ്നം പൂർണ്ണമായിട്ടും കുറയുന്ന രീതിയിൽ കാണാറുണ്ട്. കാരണം ഈ പറയുന്ന ഫാറ്റ് കൂടുതലായിട്ട് അല്ലെങ്കിൽ കൊഴുപ്പ് കൂടുതലായിട്ട് ലിവറിലേക്ക് അടിയുന്ന ഒരു പ്രവണത നമുക്ക് കുറച്ച് നിർത്താനായിട്ട് സാധിക്കും. ഒരുപാട് പേരും സവാള കട്ട് ചെയ്ത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഇറച്ചി വർഗ്ഗത്തിനോടോ മീനിനോടൊപ്പം ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ സവാള മാറ്റി വെച്ചിട്ട് കഴിക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട്. തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ പറയുന്ന രീതിയിൽ സവാള പതിവായിട്ട് കഴിച്ചു നോക്കൂ. വ്യത്യാസം നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ടോ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക. കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.